ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ബീന കൃഷ്ണയാണ്. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 1ാമത്തെ ചാപ്റ്ററിൻ്റെ ഓരോ പാർട്ടുകളും നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് 6ാമത്തെ പാർട്ടാണ് കേട്ടോ. നമ്മുടെ ചാനൽ നോക്കിയാൽ അത് കുഞ്ഞുങ്ങളെ ഓരോ പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത് വൃത്തിയായിട്ട്, കാരണം ടെസ്റ്റിൽ ചെയ്തിട്ടിരിക്കുന്ന കണക്ക് വരെയും ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയാണ് വന്നതെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പേജ് നമ്പർ 16 ഒന്ന് എടുത്തേ കുഞ്ഞുങ്ങളെ. അതിനകത്തിലെ 3ാമത്തെ കണക്കാണ് ഇനി നമ്മൾ ചെയ്യാനുള്ളത് കേട്ടോ. പേജ് നമ്പർ 16ൻ്റെ 3ാമത്തെ കണക്ക് നോക്കിക്കേ. 4 years ago 4 വർഷം മുമ്പ് റഹീമിൻ്റെ ഏജ് വാസ് 3 times ദ ഏജ് ഓഫ് രാമു. ഇങ്ങനെയുള്ള ചോദ്യം ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഈ PSC പരീക്ഷയ്ക്ക് ഇങ്ങനെയൊക്കെ ഉള്ളത് ഈ പ്രായം കേട്ടോ, അതിൻ്റെ പ്രായത്തിനേക്കാൾ 3 മടങ്ങ് മറ്റവൻ്റെ ഇങ്ങനെ കുറേ ഇത് ഏതൊരു PSC ടെസ്റ്റും അല്ലെങ്കിൽ നിങ്ങളുടെ 9ഉം 10ൻ്റെയും ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ഇതേലെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കാണും കുഞ്ഞുങ്ങളെ. അപ്പം അതിൻ്റെ ആ മോഡലൊന്ന് പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. എന്താണെന്നറിയോ, 4 വർഷം മുമ്പ് റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങായിരുന്നു. എന്തുവാ ഇല്ലയോ, ഇതൊക്കെ എന്തുവാ? അപ്പം പറഞ്ഞു തരാം എളുപ്പ വഴി കേട്ടോ. 4 years ago റഹീംസ് ഏജ് വാസ് 3 times ദ ഏജ് ഓഫ് രാമു. ആഫ്റ്റർ 2 years ദിസ് വുഡ് ബിക്കം 2 times വാട്ട് ആർ ദെയർ ഏജ് നൗ. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ, 4 വർഷം മുമ്പ് റഹീമിൻ്റെ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങായിരുന്നു. അപ്പം ഇപ്പം എത്ര, റഹീമിൻ്റെ എത്ര, രാമുവിൻ്റെ എത്ര എന്ന് നമുക്കറിയില്ല. എന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം? ഇതൊക്കെ നമ്മളിപ്പോൾ ഓരോന്നും ചെയ്തുകൊണ്ട് ഇല്ലേ. 2 വർഷം കഴിയുമ്പോൾ, ഞാൻ പറയട്ടെ കുഞ്ഞുങ്ങളെ, എനിക്കിപ്പോൾ 30 വയസ്സുണ്ടെന്ന് വെച്ചോ. 4 വർഷം മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഈ 30ൽ നിന്ന് 4 അങ്ങ് കുറയ്ക്കണം അല്ലേ. ഇനി 2 വർഷം കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ഈ 30ൻ്റെ കൂടെ 2 കൂടെ കൂട്ടണം. നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യണേ. 4 വർഷം മുമ്പെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ളതിൽ നിന്നും ഒരു 4 അങ്ങ് മൈനസ് ചെയ്യണം. മനസ്സിലാക്കണേ. 2 വർഷം കഴിഞ്ഞ് എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പോൾ ഉള്ളതിൽ നിന്നും 2 കൂടി കൂട്ടണം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ പ്രായം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്താ, തന്നിട്ടില്ല, നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പം രാമുവിൻ്റെ പ്രായം എത്ര അല്ലെങ്കിൽ റഹീമിൻ്റെ പ്രായം എത്ര എന്ന് നമുക്കറിയില്ല. അറിയാമോ? ഇല്ല. അപ്പം നമ്മൾ ആദ്യമേ സ്റ്റെപ്പായിട്ട് തന്നെ ഞാൻ പറയാം. നോക്കിയേ, രാമുവിൻ്റെ വയസ്സ് മലയാളം മീഡിയക്കാരാണ്. ഇംഗ്ലീഷ് മീഡിയക്കാർ എങ്ങനെ എഴുതാം? ഏജ് ഓഫ് രാമു എത്രയാന്ന് നമുക്കറിയില്ല. അപ്പോൾ X എന്ന് കൊടുത്തു. അങ്ങനെയല്ലേ നമ്മൾ ഇതുവരെ ചെയ്തേ. അതുപോലെ തന്നെ പറയാമോ നിങ്ങളെ, റഹീമിൻ്റെ അല്ലേ, റഹീമിൻ്റെ വയസ്സ് അല്ലെങ്കിൽ പ്രായം എന്ത് പറഞ്ഞാലും മതി. അപ്പോൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? നമ്മുടെ ഏജ് ഓഫ് റഹീം, RAHIM, റഹീം. അറിയത്തില്ല, 2 പേരെ അറിയത്തില്ല ഇല്ലേ. 4 വർഷം മുമ്പ് അങ്ങനെയാണ്, 2 വർഷം കഴിഞ്ഞ് ഇങ്ങനെയാണ്, അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ എത്രയാണെന്ന് അറിയില്ല. അപ്പം നമ്മൾ അവർക്ക് X എന്നും Y എന്നും പേര് കൊടുത്തു. ഇത് ഇത്രയൊക്കെയാണോ? രാമുവിൻ്റെ വയസ്സിനെ നമ്മൾ X എന്നും പറഞ്ഞു, റഹീമിൻ്റെ വയസ്സിനെ Y എന്നും പറഞ്ഞു. നമുക്കതറിയാം അല്ലേ. ഇനി നമ്മളോട് പറഞ്ഞ എന്താണെന്നറിയോ, 4 years ago 4 വർഷം മുമ്പ്. അത് ഓർത്തോണേ കുഞ്ഞുങ്ങളെ. അതാണ് നോക്കിയേ, 4 വർഷം മുമ്പ്. ഇങ്ങനെ തന്നെ നിങ്ങൾ ആൻസറിൽ എഴുതിക്കോ കേട്ടോ. 4 years 4 വർഷം മുമ്പെന്ന് വെച്ചാൽ 4 years എഗോ 4 വർഷം മുമ്പിലത്തെ കാര്യം പറയുന്നത് നോക്കിക്കേ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ 30 വയസ്സുണ്ടെങ്കിൽ 4 വർഷം മുമ്പേ ആണെങ്കിൽ 30 - 4 അല്ലേ, അങ്ങനെയല്ലയോ അല്ലേ. അപ്പം റഹീമിൻ്റെയും എത്ര ഇപ്പോൾ ഉണ്ടോ അതിൽ നിന്നും 4 കുറയ്ക്കണം, രാമുവിനും എത്ര ഉണ്ടോ അതിൽ നിന്നും 4 കുറയ്ക്കണം. ഇപ്പം പിടികിട്ടിയോ? 4 വർഷം മുമ്പേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഏജ് ഓഫ് ഫസ്റ്റ് രാമു. ഏജ് ഓഫ് രാമുവിനെ നമുക്ക് ഏത് പേരിലാണ്? മലയാളവും കൂടെ എഴുതാം. രാമുവിൻ്റെ 4 വർഷം മുമ്പിലത്തെയാണേ. രാമുവിൻ്റെ വയസ്സ് X അല്ലായിരുന്നോ? അപ്പോൾ ആ Xൽ നിന്നും 4 കുറവാണേ. ഓർത്ത് വെച്ചേക്കണേ. ഏജ് ഓഫ് ഓരോന്നും മലയാളം ഇംഗ്ലീഷ് എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമല്ലേ കുഞ്ഞുങ്ങളെ. രാമുവിൻ്റെ വയസ്സ് എത്ര നമുക്കറിയില്ല, റഹീമിൻ്റെ വയസ്സ് എത്ര എന്നറിയത്തില്ല. അപ്പം നമ്മൾ X Y എന്ന് കൊടുത്തു. ക്വസ്റ്റ്യനിൽ 4 വർഷം മുമ്പ് എന്ന് പറയുമ്പോഴേ ഓർത്തോണം, ഇപ്പോൾ ഉള്ളതിൽ നിന്നും എന്താണ്, 4 കുറവാണേ. അപ്പോൾ ഏജ് ഓഫ് രാമുവിന് 4 കുറവാണെങ്കിൽ റഹീമിനും എന്താ
റഹീമിനും എന്താ നിങ്ങൾ 4 കുറവാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? റഹീമിൻ്റെ വയസ്സ്, ഇവിടെ നമ്മൾ ഹിൻഡ് കൊടുത്തിട്ടുണ്ട്, 4 വർഷം മുമ്പിലത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. 4 years ago റഹീമിൻ്റെ വയസ്സും അതുപോലെ തന്നെ എന്താ y-4 ആണ്. കണ്ടോ, y-4 ആണ്. ഇത്രയൊക്കെയാണല്ലോ, സംശയമില്ലല്ലോ. ഇനിയും പറഞ്ഞേക്കുന്നത് നോക്കിയോ നിങ്ങളെ, 2 വർഷം കഴിയുമ്പോൾ എന്താ റഹീമിൻ്റെ രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങാണ് എന്ന്. 4 വർഷം, ചോദ്യം നോക്കിയോ നിങ്ങളെ, 4 വർഷം മുമ്പ് എന്ന് വെച്ചാൽ നമ്മളിവിടെ എഴുതി റഹീമിൻ്റെ പ്രായം. റഹീമിന് 4 വർഷം മുമ്പേ എങ്ങനെയാണ്? റഹീമിന് 4 വർഷം മുമ്പേ y-4 ആണെന്ന് നമ്മളിവിടെ എഴുതി അല്ലേ? y-4 കിട്ടിയതിന് സംശയമൊന്നുമില്ലല്ലോ. ഈ പ്രായം രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങാണ്. ഓർത്തോണേ, 3 times 3 മടങ്ങ് കൂടുതലാണ്. അപ്പം നമ്മൾ എഴുതാം റഹീമിൻ്റെ പ്രായത്തിനെ നമ്മൾ എന്താ കൊടുക്കുന്നത്? y-4 അല്ലേ റഹീമിൻ്റെ പ്രായം അല്ലേ? അതിൻ്റെ ആരുടെയാ? ഈ രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങ്. രാമുവിൻ്റെ പ്രായത്തിനെ നമ്മൾ x-4 എന്ന് എഴുതി. എന്തെങ്കിലും സംശയമുണ്ടോ? ഇതെങ്ങനെയാണ് വന്നതെന്നോ സംശയമുണ്ടോ? y-4 എന്ന് വെച്ച് കഴിഞ്ഞാൽ റഹീമിൻ്റെ പ്രായമാവും നിങ്ങളെ. അതാണ് ഈ എഴുതിയേക്കുന്നത്. രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങ് ആണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ, നമ്മൾ 2 ഇക്വേഷൻ കിട്ടണം. അതിന് വേണ്ടിയാണ് നമ്മളില്ലേ ഇത് 1 മുതലേ ചെയ്യുന്ന കണക്ക് വെച്ച് നോക്കിക്കേ. നമ്മളെന്താ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ 1ാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ. ഇനി അവർ പറയുന്നത് 2 വർഷം കഴിയുമ്പോൾ, 1ാമത്തെ കിട്ടിയേ. ഇനി നോക്കിയേ, 2 വർഷം കഴിയുമ്പോൾ, 4 വർഷത്തിന് മുമ്പിലത്തെ നമുക്ക് കിട്ടി. ഇനി 2 year എന്താ? ആഫ്റ്റർ 2 year, 2 വർഷത്തിന് ശേഷം, ആഫ്റ്റർ 2 years ആഫ്റ്റർ 2 years എന്ന് വെച്ചാൽ എന്താ? 2, ഇത് മലയാളം ഇംഗ്ലീഷും എഴുതിയിട്ടുള്ളതുകൊണ്ട് ഈ തോനെയായിട്ട് തോന്നുന്നത് കേട്ടോ, മനസ്സിലാക്കാനാണ് കുഞ്ഞുങ്ങളെ. 2 വർഷം നമ്മൾ ഇത് കാണാതെ പഠിച്ചുകൊണ്ട് പോയി ഇതൊന്നും ആയിരിക്കത്തില്ല പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഈ ഒരു മോഡൽ മനസ്സിൽ ഓർത്തോണം, ഇതിങ്ങനെയാണ്, അപ്പോൾ അതങ്ങനെയാണ് എന്നൊക്കെ ഓർത്ത് വെച്ചേക്കണം. 2 വർഷം കഴിഞ്ഞുള്ള കാര്യമാണ് ഇനിയും പറയാൻ പോകുന്നത്. 2 വർഷം കഴിഞ്ഞ് ഓർത്തോണേ. 4 വർഷം മുമ്പായപ്പോൾ ഇപ്പോഴുള്ള പ്രായത്തിൽ നിന്നും -4, 4 വർഷം മുമ്പായതുകൊണ്ട് -4. അപ്പം നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഇനി അവർ ക്വസ്റ്റ്യനിൽ പറയുന്നത് 2 വർഷം കഴിയുമ്പോൾ ഇത് 2 മടങ്ങാകും. ഇത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ രാമുവിൻ്റെയും റഹീമിൻ്റെയും, അതായത് 2 വർഷം കഴിയുമ്പോൾ ഏജ് ഓഫ് രാമു അല്ലേ എന്ന് വെച്ചാൽ എന്താ? രാമുവിൻ്റെ വയസ്സ് ഓർത്ത് വെച്ചേക്കണത്. സ്റ്റെപ്പായിട്ട് ഞാൻ പറയാം. രാമുവിൻ്റെ വയസ്സ് 2 വർഷം കഴിയുമ്പോൾ അല്ലേ? 2 വർഷം കഴിയുമ്പോൾ എന്തുമായിരിക്കും? എക്സ് ഇപ്പോൾ ഉള്ള ഇതിനേക്കാളിൽ 2 കൂടുതലായിരിക്കും അല്ലേ? അതുപോലെ തന്നെ എന്താ നിങ്ങൾ, എളുപ്പമല്ലേ ഇത്? ഏജ് ഓഫ് റഹീമിനും 2 വർഷം കഴിയുമ്പോൾ എന്താ? ഇപ്പോൾ ഉള്ളതിനേക്കാട്ടിൽ റഹീമിൻ്റെ വയസ്സ് ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ y എന്നാണ് പറഞ്ഞത്, അതിനേക്കാൾ 2 കൂടുതലാണ്. അപ്പോൾ പിടികിട്ടിയോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഉണ്ടോ? ഇനി നോക്കിയേ, 2 വർഷം കഴിയുമ്പോൾ ഇത് 2 മടങ്ങാകും. ഇത് 2 മടങ്ങ് ആകും കേട്ടോ. അങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? റഹീമിൻ്റെ എന്ത് വരുന്നു? y+2 = അതായത് റഹീമിൻ്റെ പ്രായം ആണ് y+2. അത് ആരുടെയാ? 2 മടങ്ങാവുമെന്ന് വെച്ചാൽ ആരുടെയാ? ഈ നമ്മുടെ രാമുവിൻ്റെ അല്ലേ? രാമുവിൻ്റെ 2 മടങ്ങെന്നുള്ളത് 2x+2. എന്തെങ്കിലും സംശയമുണ്ടോ? ഇത് റഹീമിൻ്റെയാണ്. നമ്മളിവിടെ എല്ലാം എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞാണ് വരുന്നത്. ഓർത്ത് വെച്ചോണേ കുഞ്ഞുങ്ങളെ. രാമുവിൻ്റെ വയസ്സ് x എന്ന് കൊടുത്തു, റഹീമിൻ്റെ വയസ്സ് y എന്ന് കൊടുത്തു. 4 വർഷത്തിന് മുമ്പാവുമ്പം ആ പ്രായത്തിൻ്റെ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 30 ആയിരിക്കുമെങ്കിൽ 4 വർഷത്തിന് മുമ്പ് എത്ര? 26 ആണ് അല്ലേ? 4 അങ്ങ് കുറയ്ക്കും എന്ന് പറയുന്ന പോലെയാണ് x-4. അപ്പോൾ നമ്മുടെ റഹീമിൻ്റെ അത്രയും തന്നെ കുറയും. ഇനി അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിലോട്ട് അതിനെ മാറ്റി. സംശയമില്ലല്ലോ. ഫസ്റ്റ് ഇക്വേഷൻ. ഇനി 2 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഉള്ള പ്രായത്തിനേക്കാൾ 2 കൂട്ടുകയാണ് കേട്ടോ, മറക്കല്ലേ, 2 കൂട്ടണം. അപ്പം റഹീമിൻ്റെ എങ്ങനെ എഴുതും? y+2. റഹീമിനേക്കാൾ എന്തായിരിക്കും? രാമുവിന് 2 ഇരട്ടി കേട്ടോ, 2 ഇരട്ടി. അത് ഓർത്തോണേ കേട്ടോ. റഹീമിൻ്റെ വയസ്സ് രാമുവിൻ്റെ വയസ്സിൻ്റെ 2 മടങ്ങാണ് എന്നാണ് കുഞ്ഞുങ്ങളെ ഇത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്താ? ഇക്വേഷൻ 2 ആയിട്ട് എടുക്കാം. നമ്മൾ
ഇത് ഓർത്തോടെ നിങ്ങളെ പറയുന്ന കേട്ടോ, റഹീമിൻ്റെ വയസ്സ് അല്ലേ, റഹീമിൻ്റെ വയസ്സ് രാമുവിൻ്റെ 2 മടങ്ങാണ് കേട്ടോ. എന്തെങ്കിലും സംശയമുണ്ടോ? രാമുവിൻ്റെ വയസ്സിൻ്റെ 2 മടങ്ങ്. അപ്പം നമുക്ക് ആ രണ്ടാമത്തെ ഇക്വേഷനും എഴുതിയിട്ടുണ്ട്. ഐഡൻറ്റിറ്റി 2 കിട്ടിയേ. ഇനി നമുക്ക് എന്താ ഇക്വേഷനിലോട്ട് മാറ്റാമല്ലോ. എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയത്? ഫസ്റ്റ് എന്താ കിട്ടിയത്? y-4 = നോക്കണേ കുഞ്ഞുങ്ങളെ, x3 3 മടങ്ങെന്നുള്ളതിൻ്റെ 3 - 4 ഇല്ലേ. രണ്ടാമത്തെ കിട്ടിയ എന്താണ്? y+2 = 2 മടങ്ങാണ് x+2. 3 മടങ്ങാണ് രാമുവിൻ്റെതിനെക്കാട്ടിൽ 3 മടങ്ങ് കണ്ടോ. രാമുവിൻ്റെ ഈ 2 മടങ്ങെന്നുള്ളത് കേട്ടോ. ടൈംസ് 3 ടൈംസ് 2 ടൈംസ്. എന്തെങ്കിലും സംശയമുണ്ടോ? ഇതിൽ നിന്ന് വല്ലോ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ഇതെങ്ങനെയാണ് വന്നേണോ എന്താണെന്നോ വല്ലോ നോക്കി നിങ്ങൾ എന്തെങ്കിലും ഒരു ഇത് തോന്നുന്നുണ്ടോ? നോക്കിയേ, ഇവിടെ y-4, ഇവിടെ y+2 കണ്ടോ, മനസ്സിലായോ? അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ ബ്രാക്കറ്റും ഒക്കെ വന്നിട്ടുണ്ട്. ബ്രാക്കറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കി അതങ്ങ് എടുക്കാം. y-4 = 3 x-4 എന്നാണ് നമ്മുടെ ചോദ്യം. അതൊന്ന് അറിയാൻ വേണ്ടി ഒന്നുകൂടെ എഴുതി വെച്ചതാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇതിനെ രണ്ടിനെ നമുക്ക് ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് അല്ലേ. 2 ഇക്വേഷൻ വന്നാൽ നമ്മൾ എങ്ങനെ ചെയ്യുമെന്നാണ്. നോക്കി, ഇതിനെ നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്ക്. y-4 = 3 x-4 എന്നാണ്. നമുക്കറിയാം ബ്രാക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ബ്രാക്കറ്റിൽ വെളിയിലുള്ള ആൾ ബ്രാക്കറ്റിൽ കിടക്കുന്ന ആളിനെ പോയി കാണുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടല്ലോ ഇല്ലയോ? ഇതിൻ്റെ ക്ലാസ് കണ്ടവർക്കെല്ലാം അറിയാം. അപ്പം y-4 = ബ്രാക്കറ്റിൽ കിടക്കുന്ന ആളിനെ പോയി കാണാം. 3 × x 3x -3 × 4 12. നോക്കിക്കേ, ഇനി എന്തൊക്കെയാണ് നോക്കിയേ. ഇവിടെ ഒരു വേരിയബിൾ ഉണ്ട്, ഇവിടെ ഒരു വേരിയബിൾ ഉണ്ട്, ഇവിടെ -4 ഉണ്ട്, ഇവിടെ -12 ഉണ്ട്. അപ്പം വേരിയബിളിനെയൊക്കെ ഒരിടത്തും ആക്കാം. മനസ്സിലായോ? ഈ ഇംഗ്ലീഷ് അക്ഷരങ്ങൾക്ക് നമ്മൾ ഈ വേരിയബിൾ എന്ന് പറയുന്നത് ഇനി അതുകൊണ്ട് പേടിക്കേണ്ട. ഇതിനെ എല്ലാം കൂടെ ഒരിടത്തും ആവണം, നമ്പറിനെ എല്ലാം കൂടെ ഒരിടത്തും കൊണ്ടുവരണം അല്ലേ. നോക്കിയേ, ഈക്വലിന് ഇപ്പുറത്ത് കിടക്കുന്ന ആരാവും നിങ്ങൾ? -4 ആണ്. അപ്പോൾ അതുപോലെ തന്നെ എഴുതി. ഇനി ഈക്വലിന് അപ്പുറത്ത് കിടക്കുന്ന ആരാ? നോക്കിക്കേ, ഈക്വലിന് ഇപ്പുറം കിടക്കുന്നതാണേ -4, അപ്പുറത്ത് കിടക്കുന്ന ആരാ? -12 ആണ്. അപ്പോൾ അത് ഈക്വലിന് ഇപ്പുറത്തോട്ട് വരുമ്പോൾ -12 അങ്ങ് +12 ആയി. ഓക്കെ ആണോ? = ഈക്വൽ കഴിഞ്ഞിട്ട് ഫസ്റ്റ് കിടക്കുന്നത് 3x ആണ്, അതിനൊരു മാറ്റവും ഇല്ല. ഇനി ഇവിടെ ഒരു y കിടപ്പുണ്ട്, y പോസിറ്റീവാണ്. ഇവിടെ വരുമ്പോൾ എന്താവും? അത് നെഗറ്റീവായിട്ട് മാറും. ഇതിലെന്തെങ്കിലും സംശയമുണ്ടോ? നല്ലപോലെ മനസ്സിലാക്കണേ. ഇതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും വലിയ കണക്കുകളിൽ ഒന്ന് കേട്ടോ. എന്തോ വലിയ സംഭവമായിട്ട് വെച്ചിരിക്കുന്ന കണക്കുകളിൽ ഒന്നാണിത്. എളുപ്പമാണോ ഞങ്ങളെ? ബ്രാക്കറ്റിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വെളിയിൽ കിടക്കുന്ന ആൾ പോയി ബ്രാക്കറ്റിൽ കിടക്കുന്ന ആളിനെ പോയി കാണണം. അതായത് 3 × x 3x 3 × 4 3 4 12 സൈൻ അതുപോലെ കണ്ടോ. ഇനി നമ്മൾ ഇവിടെ ഇംഗ്ലീഷ് അക്ഷരം ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട്, ഇവിടെയുണ്ട്. വേരിയബിൾ എന്നാണ് കേട്ടോ, വേരിയബിൾ കിടപ്പുണ്ട്. പിന്നെ ഇവിടെ ഒരു -4 ഉണ്ട്, ഇവിടെ ഒരു -12 ഉണ്ട്. അപ്പം നമ്മൾ ഈക്വലിന് ഇപ്പുറത്ത് കിടക്കുന്ന നോക്കിയേ, -4നെ അതുപോലെ എഴുതി. ഇപ്പുറത്ത് കിടക്കുന്ന -12നെ ഇനി ഈക്വലിന് ഇപ്പുറത്ത് വരുമ്പോൾ സൈൻ മാറും അല്ലേ, +12. ഈക്വൽ കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ 3x കിടപ്പുണ്ട്, അത് അതുപോലെ എഴുതി. പിന്നെ ഒരു y എഴുതാനുണ്ട്. ഈ y എന്ന് വെച്ചാൽ സൈൻ ഒന്നും തന്നിട്ടില്ലെങ്കിൽ അത് പോസിറ്റീവാണ്. ഇവിടെ വരുമ്പോൾ അത് നെഗറ്റീവ് y ആയിട്ട് മാറി. കണ്ടല്ലോ. ഇനി നോക്കിക്കേ, -4ന്ന് ഡിഫറൻ്റ് സൈൻ വന്നാൽ കുറയ്ക്കുക. അറിയാമല്ലോ, ഡിഫറൻ്റ് സൈൻ വന്നാൽ കുറച്ചോണം നിങ്ങൾ കേട്ടോ. അപ്പോൾ എത്ര വരും? 12ൽ നിന്ന് 4 പോയാൽ 8 അല്ലേ. എന്നിട്ട് വലുതിൻ്റെ സൈൻ ഇടണം. ഇവിടെ വലുത് 12 ആണ്. ഓക്കെ, = 3x - y. അപ്പോൾ നമുക്ക് ഒരെണ്ണം കിട്ടി. മനസ്സിലായോ? ഒരെണ്ണം കിട്ടി. ഇനി അടുത്ത ഇത് നമ്മൾ ഇതാണ് ചെയ്തത്. ഇനി അടുത്ത ഇത് കിടപ്പുണ്ട്. ഏതാ? ഇതിനെ അതുപോലെ ആക്കണം. കണ്ടോ, ബ്രാക്കറ്റിനകത്ത് കിടക്കുന്നത്. ഇപ്പം നമ്മൾ ഈ സംഭവത്തെയാണ് ചെയ്ത് ഇതുപോലെ ആക്കിയത്. ഇനി ഇതിനെ അതുപോലെ ആക്കണം കേട്ടോ. അതേതാണെന്ന് നോക്കാം. നമുക്ക് ഇവിടോട്ട് ചെയ്യാം. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഉണ്ട് ഞാൻ ചെയ്യാൻ നിങ്ങൾക്കപ്പം പേജ് മറിക്കണ്ടല്ലോ. നോക്കി അടുത്ത y+2 = 2 ബ്രാക്കറ്റിൽ x+2 എന്നെഴുതുക. കണ്ടല്ലോ, y+2 = 2 ബ്രാക്കറ്റിലാണ് x+2 എന്ന് എഴുതുക. സംശയമില്ലല്ലോ, ഉണ്ടോ? ഇനി ആ ബ്രാക്കറ്റ് വെളിയിൽ കിടക്കുന്ന ആൾ ബ്രാക്കറ്റിൽ കിടക്കുന്ന ആളിനെ പോയി കാണാം. y+2 = 2 × x 2x 2 × 2 +4. ഇതിനകത്തിൽ ഏത് സൈനാന്ന് വെച്ചാൽ അതാണ് ഇവിടെ എഴുതുന്നത് കേട്ടോ.
4. ഇനി നോക്കിയേ, നമുക്ക് വേരിയബിളിനെ കൊണ്ടുവരാം. വൈനെ എന്ത് ചെയ്യുക, വൈനെ അതുപോലെ എഴുതിക്കൂടായോ? അതല്ലെങ്കിൽ നമ്പറുകൾ എടുക്കാം. നോക്കിയേ, +2നെ അതുപോലെ എടുത്തു. ഈ +4 ഇവിടെ വരുമ്പം -4 ഈസിക്കൽ ടു ഈക്വൽ കഴിഞ്ഞ് 2x. ഈ y എന്താ, പോസിറ്റീവാണ്, അതിവിടെ വരുമ്പോൾ -y ആയിരുന്നു. ഇതിൽ സംശയമുണ്ടോ? എവിടെയെങ്കിലും സംശയമുണ്ടോ? നമ്മൾ ഈ ഓൺലൈനായതുകൊണ്ട് ഞാൻ പറയാനേ പറ്റൂ, നിങ്ങളത് കേട്ടിരിക്കാനല്ലേ പറ്റൂ. ഇവിടെ എന്തെങ്കിലും സംശയമുണ്ടോ? y+2 വന്നാൽ ഇതിനെ നമ്മൾ ചെയ്ത് വന്നപ്പം ഇവിടെ ഇത് ഇത്രയും കിട്ടി. അതായത് 3x - y എന്ന് പറയുന്നത് 8 കിട്ടി. അടുത്ത നമ്മൾ ഇതിനെ y+2നെ ചെയ്യുകയാണ് ഇത് കേട്ടോ, അത് ഓർത്തോണേ, ഇതിനെ ചെയ്തതാണ് ഇത്. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്തു തരാം. 2 - 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, -2 ഈസിക്കൽ ടു 2x - y എന്നും കിട്ടി. -2 വന്നാൽ എന്തുകൊണ്ടാണെന്നറിയാമോ? എന്തുകൊണ്ടാണ് -2? 2 - 4 പോകത്തില്ല, 2 - 4. ഓക്കെ ആണോ? എന്തെങ്കിലും സംശയമുണ്ടോ? അപ്പം നമുക്ക് ആ കിട്ടിയത് രണ്ടും കൂടെ പറക്കി എഴുതാം. ഫസ്റ്റ് കിട്ടിയതാ കുഞ്ഞുങ്ങളെ 3x - y എന്ന് പറയുന്നത് നമുക്ക് 8 എന്ന് കിട്ടി. രണ്ടാമത്തേതോ 2x - y എന്ന് പറയുന്നത് എത്ര കിട്ടി? 10 കിട്ടി. കണ്ടോ, നമ്മൾ ഇതുവരെ ചെയ്തതാ കുറയ്ക്കുവാന്നേ. ഓക്കെ, 2x നിന്ന് 3x നിന്ന് 2x പോയാൽ എത്ര? 3x നിന്ന് 2x പോയാൽ x. സംശയമില്ലല്ലോ. ഇനി നോക്കിയേ, -y നിന്ന് -y പോയി കഴിഞ്ഞാൽ എന്താ, 0 ഈസിക്കൽ ടു 8 - 10 എത്ര? -2 അല്ലേ? 2x - y ഈസിക്കൽ ടു ഇവിടെ 10 അല്ലോ നിങ്ങളെ, -2 ഉണ്ട്. 2x - y എന്ന് പറയുന്നത് -2 ആണ്. കണ്ടോ? അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു സംശയം വരും. നമ്മൾ ചോദിക്കും ഡിഫറൻറ്റ് സൈൻ ആയതുകൊണ്ട് കൂട്ടുക അല്ലേ? ഡിഫറൻറ്റ് സൈൻ ആയതുകൊണ്ട് അങ്ങനെ അങ്ങ് പഠിച്ചാലും മതി. ഇത് നോക്കിയേ, ഇത് പോസിറ്റീവ് 8 ആണ്, ഇത് -2 ആണ് അല്ലേ? ഡിഫറൻറ്റ് സൈൻ വന്നാൽ എന്ത് ചെയ്യണം? ഡിഫറൻറ്റ് സൈൻ വന്നാൽ എന്ത് ചെയ്യുക? ഡിഫറൻറ്റ് സൈൻ വന്നാൽ കുറയ്ക്കുക ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കുഞ്ഞില്ല. ഇവിടെ നോക്കണേ, ഒരു ഹിൻ്റ് ഉണ്ട്. 8 - -2 എന്നല്ലേ? ഓക്കെ, 8 എന്ന് വെച്ചാൽ പോസിറ്റീവാണ്, 8 കുറയ്ക്കാനാണ്, -2 എന്നാണ് കേട്ടോ. 8 - -2, 8 - -2. നോക്കിയേ, ഒരേ സൈനല്ലേ വന്നത്, ഒരേ സൈൻ വന്നാൽ കൂട്ടുക കേട്ടോ. അപ്പോൾ ഇവിടെ 10 ആണ്. അപ്പോൾ എക്സിൻ്റെ വില കിട്ടി 10. രണ്ട് മനസ്സിലാവുന്നുണ്ടോ? എക്സിൻ്റെ വില 10 വന്നത് എങ്ങനെയും സംശയം ഉണ്ടോ നിങ്ങൾ? 8 നിന്ന് 2 കുറയ്ക്കുമ്പോൾ 6 അല്ലേ അവിടെ, ഓർത്തോണേ 10 ആണ്. എന്തുകൊണ്ടാണ് വന്നത്? ഇവിടെ -2 ആണ്. വെറും 2 ആയിരുന്നെങ്കിൽ എന്താ, നമുക്ക് അങ്ങനെ എടുക്കാമായിരുന്നു. പക്ഷേ ഇത് -2 ആണ്. 8 - -2 ആയതുകൊണ്ട് ഒരേ സൈൻ വന്നാൽ കൂട്ടുക. അപ്പോൾ 10 കിട്ടി. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വില കിട്ടി അല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഐഡൻറ്റിറ്റി എടുക്കാം. ഏതായിരുന്നു ഫസ്റ്റ് ഐഡൻറ്റിറ്റി? 3. നോക്കിക്കേ, ഒന്നാമത്തെ 3x - y എന്ന് പറയുന്നത് എന്താ? നമുക്കിവിടെ എന്തായിട്ട് ഒന്നാമത്തെ ഐഡൻറ്റിറ്റി എന്ത് ചെയ്യുന്നു? 3x - y. ഇവിടെ അതാണ് ഇവിടെ ഇതാ 3x - y എന്ന് പറയുന്നത് 8 എന്ന് കിട്ടി. 8 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? എക്സിൻ്റെ വില കിട്ടിയല്ലോ. എക്സിൻ്റെ വില എത്ര? 3 × 10 - y ഈസിക്കൽ ടു 8. അപ്പം 30 - y ഈസിക്കൽ ടു 8. അപ്പോൾ y ഈസിക്കൽ ടു 8 അല്ലേ? 8 30 ഇപ്പുറത്ത് വരുമ്പോൾ എന്താ? -30 ആയി. എന്തുകൊണ്ടാണെന്ന് അറിയാവേ? ഇത് +30 സമത്തിന് ഇപ്പുറം വരുമ്പോൾ -30 ആയി. അപ്പോൾ y ഈസിക്കൽ ടു 8 നിന്ന് 30 പോയാൽ 22. ഓക്കെ, വൈയും കിട്ടി. അപ്പോൾ എക്സ് എന്ന് വെച്ചാൽ ആരായിരുന്നു? എക്സ് ഫസ്റ്റ് നോക്കിയാൽ രാമു ആയിരുന്നു. അപ്പോൾ രാമു എന്ന് പറയുന്ന ആൾക്ക് എത്ര വയസ്സുണ്ട് കുഞ്ഞുങ്ങളെ? എക്സ് രാമു ആണ്. എക്സിന് 10. റഹീം എന്ന് പറയുന്നത് ഇച്ചിരി വലിയ കണക്കാണ്. റഹീമിനെ നമുക്ക് വൈ എന്ന് കൊടുത്തു. റഹീമിന് എത്ര വന്നത്? 22. കണ്ടോ പ്രായം. ഇതിലെ കണക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. ചെയ്ത് തന്നെ പഠിക്കണം. ഇത് 4 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയൊക്കെ ഒരുവിധം വലിയ ക്വസ്റ്റ്യൻ ആൻസറാണ്. നമുക്കിതിൻ്റെ മോഡ് ഇതൊക്കെ നോക്കിയേ ചോദ്യത്തിൽ തന്നിരിക്കുന്ന പറക്കി എഴുതിയിരിക്കുക. മലയാളം ഇംഗ്ലീഷും ഉള്ളതുകൊണ്ട് നിങ്ങൾക്കിത് നല്ലതുപോലെ പഠിക്കാൻ പറ്റും. 1-2 ഒരു വട്ടം കണ്ടാൽ മനസ്സിലാവാൻ നമ്മൾ മജീഷ്യന്മാരൊന്നും അല്ലല്ലോ, ഇല്ലയോ? ഒന്നും അല്ലല്ലോ, കുപ്പിന്ന് വന്ന ഭൂതം ഒന്നും അല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1-2 വട്ടം ഇരുന്ന് ചെയ്ത് പഠിച്ചെങ്കിലേ ഇവിടെയൊക്കെ ഇത് ഈ ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ ബ്രാക്കറ്റിനകത്ത് വെളിയിലെ ആൾ വന്ന് കാണണമെന്നും ഇതൊക്കെ പഠിച്ചിരിക്കണം കേട്ടോ. കണക്ക് ചെയ്ത് പഠിച്ചെങ്കിലേ മാർക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത് ചെയ്യാം.
അടുത്ത നോക്കൂ നിങ്ങൾ അവിടെ ടെസ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന പേജ് നമ്പർ 16 ചെയ്തിട്ടിരിക്കുന്ന ഒരു കണക്കാണ് കേട്ടോ. ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്നൊരു ഡൗട്ട് 2 പേരെടുത്ത് ചോദിച്ചുകൊണ്ട് തന്നെയാണ് ഇത് ഇടുന്നത്. നോക്കിയേ, 4 times എ നമ്പർ ആഡ് ടു 3 times അനദർ നമ്പർ ഗീവ്സ് 43. മനസ്സിലായോ? 2 times ദ സെക്കൻഡ് നമ്പർ സബ്ട്രാക്റ്റഡ് ഫ്രം 3 times ദ ഫസ്റ്റ് ഗീവ്സ് എത്ര? ഫസ്റ്റ് ഗീസ് 11 അല്ലേ? വാട്ട് ആർ ദ നമ്പർ? ഒരു സംഖ്യയുടെ നോക്കണേ കുഞ്ഞുങ്ങളെ 4 മടങ്ങും വേറൊരു സംഖ്യയുടെ 3 മടങ്ങും കൂട്ടിയപ്പോൾ 43 കിട്ടി. കൂട്ടിയപ്പോൾ അവിടാണ് അതിൻ്റെ ട്വിസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ. കൂട്ടിയപ്പോൾ 43 കിട്ടി. ആദ്യത്തെ സംഖ്യയുടെ 3 മടങ്ങിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യയുടെ 2 മടങ്ങ് കുറച്ചപ്പോൾ കിട്ടിയത്. കുറച്ചപ്പോൾ കണ്ടോ, ഇവിടെ അഡീഷനും സബ്ട്രാക്ഷനും ആഡഡും പറയുന്നുണ്ട്, സബ്ട്രാക്റ്റും പറയുന്നുണ്ട്. ചോദ്യം കേട്ടിട്ട് വേണം എഴുതാൻ. ഒരു സംഖ്യയുടെ 4 മടങ്ങും വേറൊരു സംഖ്യയുടെ 3 മടങ്ങും കൂട്ടിയപ്പോൾ എഴുതാമല്ലോ നമുക്ക്, അല്ലേ? നമുക്ക് എങ്ങനെ ഈ സംഖ്യ വല്ലതും തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് എങ്ങനെ പറയാം? ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് ഏത് നമ്പർ കൊടുക്കാം? അല്ലെങ്കിൽ നമ്പർ എക്സും വൈ എന്നുള്ള നമ്പർ കൊടുക്കാം, അല്ലേ? എക്സ് ആൻഡ് വൈ എന്ന നമ്പർ ഇട്ട് തന്നെ നമുക്ക് ഇവിടെ ചെയ്യാം. ഇവിടെ എന്താ? എക്സ് ആൻഡ് വൈ എന്ന നമ്പർ ഇട്ട് ചെയ്യാം. ഓക്കെ, നോക്കിക്കേ, ഒരു സംഖ്യയുടെ 4 മടങ്ങ്. ഓക്കെ, നമുക്ക് 4x എന്ന് കൊടുക്കാം, അല്ലേ? 4 മടങ്ങും പിന്നെ വേറൊരു സംഖ്യയുടെ അഡീഷൻ വന്ന എന്തുകൊണ്ടാണ്? ഇവിടെ കൂട്ടിയപ്പോൾ കേട്ടോ. 3 മടങ്ങും എന്ന് പറയുന്നതിന് 3 വൈയും കൂടെ കൂട്ടിയപ്പോൾ എന്ത് വന്നു? 43. ഇത് എളുപ്പമുള്ള കണക്കാണ് കേട്ടോ. ചോദ്യം കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവം അതിൽ എളുപ്പമാണ്. ഒരു സംഖ്യയുടെ 4 മടങ്ങും 3 മടങ്ങും കൂടെ കൂട്ടിയപ്പോൾ അതാണ് 43. മനസ്സിലായോ? ഇനി അടുത്ത നോക്കിക്കേ, 2 times ചോദ്യം ശ്രദ്ധിച്ചോണം കേട്ടോ. 2 times ദ സെക്കൻഡ് നമ്പർ സബ്ട്രാക്റ്റഡ് ഫ്രം 3 times. 2 time എന്ന് വെച്ചപ്പോൾ ആദ്യം കയറി 2 എന്ന് എഴുതി വെക്കല്ലേ. 2 times ദ സെക്കൻഡ് നമ്പർ സബ്ട്രാക്റ്റഡ് ഫ്രം 3 times. 3 times അത് നോക്കണേ നിങ്ങളെ, 3 മടങ്ങിൽ നിന്ന് കേട്ടോ. അവിടെ ഈ എഴുതുമ്പോൾ നിങ്ങൾ ആ ചോദ്യം ശ്രദ്ധിച്ചോണം. ചാടി കയറി 2 times അപ്പോൾ 2x + 3 അങ്ങനെ എഴുതി വെക്കരുത്. ചോദ്യം കേട്ടിട്ട് വേണം. കാരണം 3 ടൈമിൽ നിന്നാണ്, ഫ്രം എന്ന് വെച്ചാൽ നിന്ന്, 3 ടൈംസിൽ നിന്നാണ് സബ്ട്രാക്റ്റ് ചെയ്യേണ്ടത് സെക്കൻഡ് നമ്പർ കേട്ടോ. അത് എല്ലാവർക്കും തിരിഞ്ഞു പോകുന്നതുകൊണ്ട് എടുത്ത് ഞാൻ പറഞ്ഞതാണ്. ആദ്യത്തെ സംഖ്യയുടെ 3 മടങ്ങിൽ നിന്ന്, മലയാളം മീഡിയക്കാർക്ക് എളുപ്പമാണ് അല്ലേ? ആദ്യത്തെ സംഖ്യയുടെ 3 മടങ്ങിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യയുടെ 2 മടങ്ങ് കുറയ്ക്കുകയാണ്. പക്ഷേ ഇംഗ്ലീഷുകാർ ചിലപ്പോൾ വായിച്ചു നോക്കും പെട്ടെന്ന് 2 times അപ്പോൾ 2x എന്ന് എഴുതുന്നത് സെക്കൻഡ് നമ്പർ കേട്ടോ. അതുകൊണ്ട് ചാടി കയറി എഴുതി വായിച്ചു നോക്കണേ ഞങ്ങൾ. അപ്പോൾ എത്ര എങ്ങനെയൊക്കെ വരാം? ആദ്യത്തെ സംഖ്യയുടെ 3 മടങ്ങ് എന്ന് കേൾക്കുമ്പോഴേ 3x അല്ലേ? 3 മടങ്ങിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യയുടെ 2 മടങ്ങ് കുറച്ചപ്പോൾ കണ്ടോ. ഇതാണ് അറിയേണ്ടത്. സബ്ട്രാക്റ്റഡും അഡീഷനും കണ്ടോ നോക്കിക്കിട്ട് വേണേ. ഈസിക്കൽ ടു എത്ര വന്നു? 11 കണ്ടോ, 11. മനസ്സിലായോ? ഇവിടെ ഇതേലെ കണക്ക് നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെട്ടിപ്പോൾ എക്സിൻ്റെയും വൈയുടെയും വില കാണാനാണ് നമ്മൾ ഈ ചെയ്യുന്നത്. നോക്കിക്കേ, ഇതേലെ കണക്ക് നമ്മൾ നേരത്തെ ചെയ്താൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചില കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലായി കാണും അല്ലേ? എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതിനെ വെട്ടി എന്തെങ്കിലും ചെയ്യില്ല. അപ്പം നമ്മൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇതുകൊണ്ട് നമ്മൾ അല്ലേ, ഇത് രണ്ടും കൂടി എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം അല്ലേ? അപ്പം 4ൻ്റെ കൂടെ എത്ര ഇൻറ്റു ചെയ്യും? മൊത്തോടെ ഇൻറ്റു ചെയ്തപ്പോൾ 12 ആവുന്നത് അല്ലേ? 4 × 3 12. അപ്പം 4ൻ്റെ × 3 കൊടുത്തത്. ആ 3 തന്നെ എന്ത് ചെയ്യണം? ഓർമ്മയുണ്ടോ ഇത് ചെയ്തത്? എല്ലായിടവും കൊടുക്കണം. നമ്മൾ എത്രയാണോ ഇവിടെ എടുത്തത് അത് തന്നെ എല്ലായിടവും കൊടുക്കണം. ഇവിടെ നോക്കിയേ, 3യുടെ കൂടെ എത്ര കൊടുത്തത്? 4. അപ്പോൾ × 4 നമ്മൾ നേരത്തെ ചെയ്ത ഓർമ്മയുണ്ടോ? നമ്മൾ ഇവിടെ എത്രയാണോ? ഇപ്പം 4 × 3 12 അപ്പം 4ൻ്റെ കൂടെ 3 കൊടുത്തത്. ആ 3 ഇവിടെ എല്ലാവർക്കും, ഒരാൾക്കല്ല എല്ലാവർക്കും കൊടുക്കണം. ഈ 3ൻ്റെ കൂടെ എത്ര നമ്മളെടുത്തത്? 4. ആ 4 എല്ലാവർക്കും കൊടുക്കണം. ഇപ്പം പിടികിട്ടിയോ? മനസ്സിലായോ? അപ്പോൾ നോക്കിയേ, 4 × 3 എത്ര കുഞ്ഞുങ്ങളെ? 4 × 3 12x പ്ലസ് 3 × 3 എത്ര? 9y ഈസിക്കൽ ടു 43 × 3 129 ഫസ്റ്റ് കിട്ടി. മൈനസ് അടുത്ത് നോക്കിയേ, 3 × 4 4 3 12x നോക്കിയേ, മൈനസ് ആണേ 2 × 4 എത്ര? 8 അല്ലേ? 8y ഈസിക്കൽ ടു 11 × 4 11 4 44. ഓക്കെ, ഇനി ചെയ്യാമല്ലോ. കാരണം എന്താ നോക്കിയാൽ ഒരുപോലെ വന്ന് ഈ ഒരുപോലെ വരാൻ വേണ്ടിയാണ് നമ്മൾ ഈട്ട് ചെയ്യുന്നത് കേട്ടോ. ഇത് ഞാൻ പാർട്ട് 3ലും 4ലും ഒക്കെ നമ്മൾ ഇതേ കണക്ക് ഒരുപാട് ചെയ്തതാണ്. അപ്പോൾ നോക്കിയേ, ഒരേപോലെ ഉള്ളത് അത് വെട്ടിപ്പോയി. 9y ന്ന് 8y ഡിഫറൻറ്റ് സൈൻ വന്നാൽ കുറയ്ക്കുക അറിയാമല്ലോ.
ആണോ? അങ്ങനെയാണോ? അല്ല. നോക്കൂ നിങ്ങളെവിടെ 9y മൈനസ്, കണ്ടോ, 9yയിൽ നിന്നും -8y ആണ്. ചാടിക്കയറി ഡിഫറൻറ്റ് സൈൻ വന്നാൽ കുറച്ച് എഴുതി വെക്കരുത് കേട്ടോ. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, കുറയ്ക്കാനാണ്. 9yയിൽ നിന്നും 8y ഡിഫറൻറ്റ് സൈനായപ്പോൾ കുറച്ചാൽ ചിലപ്പോൾ നമ്മൾ വൈന്ന് എഴുതി വെക്കും. അങ്ങനെയല്ല, നമ്മൾ നോക്കിക്കേ, 9yയിൽ നിന്നും കുറയ്ക്കണം നടിത്. ഈ 9yയിൽ നിന്നും കുറയ്ക്കണം -8y. ഒരേ സൈൻ അല്ലേ വന്നത്? നോക്കി, ഒരേ സൈൻ വന്നാൽ എന്താ ചെയ്യേണ്ടത്? കൂട്ടുക ചെയ്യുന്നത്, അതറിയാമല്ലോ കേട്ടോ. ഒരേ സൈൻ വന്നാൽ കൂട്ടണം, അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ഒരേ സൈൻ ഇവിടെ നോക്കുമ്പോൾ ഡിഫറൻ്റ് ആണെങ്കിലും കുറയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞത് കേട്ടോ. കുറയ്ക്കാൻ പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളിവിടെ വന്നത്. അതല്ല, നമ്മളോടിപ്പോൾ 9y പ്ലസ് 9y -8y എന്ന് പറഞ്ഞായിരുന്നെങ്കിലോ നമ്മളെന്താ ഡിഫറൻറ്റ് സൈൻ വന്നാൽ കുറയ്ക്കുമ്പോൾ നമുക്ക് 1y കിട്ടുന്നത്. അത് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. ഇപ്പം നോക്കിക്കേ, ഒരേ സൈൻ വന്നു 17y അല്ലേ. 17y എന്ന് നോക്കിക്കണം, y 17y അല്ലേ, 17y. എന്തെങ്കിലും സംശയമുണ്ടോ? ഈസിക്കൽ ടു 129 44 പോയാൽ 85 കേട്ടോ. അപ്പം y ഈസിക്കൽ ടു 85. 17y എന്ന് വെച്ചാൽ 17 ഇൻറ്റു y ആയതുകൊണ്ട് ഇനി വരുമ്പോൾ ഡിവിഷനാണ്. 17 5 85. അപ്പം നമുക്ക് വൈയുടെ വില കിട്ടി. വൈയുടെ വില കിട്ടി, അതിലോട്ടിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ അല്ലേ. ഫസ്റ്റ് ഏതാ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒന്നാമത്തെ 4x പ്ലസ് 3y ഈസിക്കൽ ടു 43. നമുക്ക് വൈയുടെ വില കിട്ടി. അപ്പോൾ 4x പ്ലസ് 3 ഇൻറ്റു വൈയുടെ വില 5 ഈസിക്കൽ ടു 43. 4x പ്ലസ് 3 ഇൻറ്റു 5 15 ഈസിക്കൽ ടു 43. അപ്പോൾ 4x ഈസിക്കൽ ടു 43. ഇതിപ്പുറത്ത് വരുമ്പോൾ -15. 4x ഈസിക്കൽ ടു 43 15 പോയാൽ 28. അപ്പോൾ x ഈസിക്കൽ ടു 28. 4x എന്ന് വെച്ചാൽ 4 ഇൻറ്റു x ആയതുകൊണ്ട് ഇവിടെ ഡിവിഷൻ എത്രയാണ്? 6 7 4 28. എക്സും കിട്ടി കണ്ടോ. എക്സിൻ്റെ വില 7 വൈയുടെ വില 5. നമ്മുടെ ടെസ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന കണക്കാണ്. എങ്ങനെയാണെന്ന് എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ തെറ്റുന്നതുകൊണ്ടാണ് എടുത്ത് ഞാൻ പറഞ്ഞത്. ഈ സൈൻ നോക്കി വേണം ചെയ്യാൻ. ഈ സൈൻ കുറയ്ക്കാനാണ്. അപ്പോൾ ഇവിടെ പ്ലസ് നിങ്ങൾ ഇങ്ങനെ ഇട്ട് തന്നെ ചെയ്യണം. +9y -8y ആണ് അല്ലേ. ഇൻറ്റീജിയർ അറിയാമോ? ഡിഫറൻറ്റ് സൈൻ വന്നാലും ഒരേ സൈൻ വന്നാലും ഒക്കെ എന്താണ്. അപ്പോൾ ഇത് വൃത്തിയായിട്ട് നോക്കണേ നിങ്ങൾ. അതിൻ്റെ ഒരു കണക്കും കൂടെ ഉണ്ട്. പേജ് നമ്പർ 17 ഇതേലെ ഒരു കണക്ക് ഇവരുടെ കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എക്സർസൈസ് ചെയ്യാം. ഒരു ലിങ്ക് കൂടെ ആകുമ്പോൾ നമ്മുടെ ചാപ്റ്റർ തീരും. പേജ് നമ്പർ 17. ദ സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് നോക്കിയേ. ദ സം ഓഫ് 2 നമ്പർ, 2 സംഖ്യകളുടെ സം എന്ന് പറയുന്നത് 28. ഓർമ്മയുണ്ടോ നമ്മൾ ഇതെല്ലാം ചെയ്തത്? ആൻഡ് ഡിഫറൻസ് ഈസ് 12. വാട്ട് ആർ ദ നമ്പർ? 2 സംഖ്യകളുടെ തുക. ഏതോ 2 സംഖ്യ അല്ലേ, ഏതോ 2 സംഖ്യകളുടെ തുക. അപ്പം നമ്മൾ x പ്ലസ് y എന്ന് കൊടുത്തു. തുക എന്ന് വെച്ചാൽ കൂട്ടാനാണ്. എത്ര? 28. ഇനി ഏതോ 2 സംഖ്യകൾ കുറയ്ക്കുമ്പോൾ വ്യത്യാസം, ഡിഫറൻസ് അല്ലേ, കുറയ്ക്കുമ്പോൾ എത്രയാണ്? 12. ഇത്രയേ ഉള്ളൂ കണ്ടോ. ഏതോ 2 സംഖ്യകൾ തങ്ങളിൽ കൂട്ടുമ്പോൾ 28 വന്നു. ഏതോ 2 സംഖ്യകൾ തങ്ങളിൽ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താ? 12 വന്നു. നോക്കിയേ, 2 ഇക്വേഷൻ നമുക്ക് കിട്ടി. നോക്കൂ നിങ്ങളെവിടെ എക്സ് അല്ലേ. എക്സും എക്സും എത്ര? 2x. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. കുറയ്ക്കുകയല്ലേ 28 അഡീഷൻ കൂട്ടാനല്ലേ, കൂട്ടാൻ പറഞ്ഞേക്കെ. 28 12 എത്ര? 28 12 40 കണ്ടോ. 2x ഈസിക്കൽ ടു 40 ആണെങ്കിൽ x ഈസിക്കൽ ടു 40/2 ഈസിക്കൽ ടു 20. അപ്പോൾ x നമുക്ക് കിട്ടി. x കിട്ടിയെങ്കിൽ നമുക്ക് ചെയ്തുകൂടായോ അല്ലേ. എന്താ? x പ്ലസ് y ഈസിക്കൽ ടു എത്ര? 28. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില നമുക്ക് കിട്ടി 20 പ്ലസ് y ഈസിക്കൽ ടു 28. അപ്പം y ഈസിക്കൽ ടു 28 മൈനസ് 20 അല്ലേ. y ഈസിക്കൽ ടു 28 20 പോയാൽ 8. കാണാൻ പറ്റത്തില്ല 8. അപ്പം വൈയും കിട്ടി എക്സും കിട്ടി. ഇത് എളുപ്പം വഴി, ഇത് എളുപ്പം 1 മാർക്കിൻ്റെയൊക്കെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. മനസ്സിലായോ? ഏതോ 2 സംഖ്യകൾ തങ്ങളിൽ, ഏതോ എന്നുള്ളതിനാണ് നമ്മൾ എന്ത് ചെയ്തത്? എക്സ് പ്ലസ് എന്ത് ചെയ്തത്? ചോദ്യം നോക്കിക്കൊണ്ടെങ്കിൽ എക്സ് പ്ലസ് വൈ ഏതോ 2 സംഖ്യകൾ തങ്ങളിൽ കൂട്ടിയപ്പോൾ 28. ആ സംഖ്യകൾ തങ്ങളിൽ കുറച്ചപ്പോൾ നമുക്ക് എത്ര വന്നു? 12 ആണെന്നാണ് കേട്ടോ. അപ്പം നിങ്ങളിപ്പോൾ എപ്പോഴും ഓർത്തോണം, നമ്മുടെ ഒരേ സംഖ്യകൾ തങ്ങളിൽ നോക്കിക്കൊണ്ടെങ്കിൽ കേട്ടോ. ഇപ്പം നോക്കിയേ, പ്ലസ് വൈയും മൈനസ് വൈയും
ഒരേ സംഖ്യ തന്നെ ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ അത് 0 ആണ്. ഞാൻ നേരത്തെ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരേ സംഖ്യ നോക്കിയാൽ എക്സും എക്സ് പ്ലസ് എക്സ് എന്താ 2x. ഇത് തിരിഞ്ഞു പോകരുത് കേട്ടോ, ഓർത്തോണേ കേട്ടോ. ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഓക്കെ, ഇതിലെ കണക്ക് ഒരുപാട് നിങ്ങൾക്കുണ്ട്. ഇപ്പം +5 -5 ഒരേ സംഖ്യ തന്നെ ഡിഫറൻറ്റ് സൈൻ വന്നാൽ, ഡിഫറൻറ്റ് ചിഹ്നങ്ങൾ, മലയാളം മീഡിയക്കാർക്ക് എന്താ നിങ്ങളെ ചിഹ്നങ്ങൾ വന്നാൽ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. മനസ്സിലാക്കണേ. ഇപ്പം 100 മൈനസ് അല്ല +100 -100 അല്ലേ, ഒരേ സംഖ്യകളാണ്, പക്ഷേ ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ 0 ആണ്, മറന്നു പോകരുത്. എന്നാൽ ഇപ്പം 100x പ്ലസ് 100x എന്ന് തന്നെ തരികയാണെങ്കിൽ നമുക്കറിയാം എന്താ, അത് കൂട്ടാനാണ്, 200x ആണത് കേട്ടോ. മനസ്സിലായണേ? എക്സും അതായത് ഇതുപോലെ എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും ഇത് തന്നു കഴിഞ്ഞാൽ ഓർത്തോണം, എക്സും കൂടെ കൂട്ടുമ്പോൾ, കാരണം ഇവിടെ പോസിറ്റീവാണ്, സൈൻ ഒന്നും തന്നില്ലേ, പോസിറ്റീവാണ്, അപ്പോൾ അത് 2x ആണ്. ഓക്കെ, ഒരേ സംഖ്യ തന്നെ അതിൻ്റെ ഇപ്പുറത്ത് ഓക്കെ ഡിഫറൻറ്റ് സൈൻ വന്നാൽ എന്ത് ചെയ്യണം? അത് കുറയ്ക്കണം, 0 ആണ്. ഇനി ഇവിടെ സൈൻ വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറയ്ക്കാനോ, മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ വല്ലതും തരികയാണെങ്കിൽ എന്ത് ചെയ്യും? അന്നേരം നമുക്ക് മാറും കേട്ടോ. ഇവിടെ സൈൻ ഇപ്പോൾ പ്ലസ്സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം എന്താ, +y -y എന്ന് വന്നു, കണ്ടോ? മനസ്സിലായി? അതല്ലേ ഇവിടെ ഇപ്പോൾ മൈനസ് ആണെങ്കിലോ, മൈനസ് +y മൈനസ്, അപ്പോൾ എങ്ങനെ എഴുതും? -y അല്ലേ, കണ്ടോ? ഇങ്ങനെ വരും കേട്ടോ. ഇവിടെ പ്ലസും ഇങ്ങനെ ഇടുമ്പോൾ ഈ സൈൻ ഉണ്ടോ, കണ്ടോ? ഓർത്ത് വെച്ചേക്കണേ ഇവിടെ. അപ്പം നിങ്ങൾ ഇങ്ങനെ ഇട്ട് എഴുതുക കേട്ടോ, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ സൈൻ്റെ മനസ്സിലായോ? മനസ്സിലാക്കണേ വീട്ടിലെ +y -y ഇത് ഡിഫറൻറ്റ് ചിഹ്നങ്ങളാണ്. അപ്പോൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം കേട്ടോ, കുറയ്ക്കുകയാണ്. വേരിയബിൾ ഇട്ടുകൊണ്ടാണ്. ഇവിടെ നോക്കിയേ, ഡിഫറൻറ്റ് വേരിയബിൾ ആണെങ്കിലും 0 ആണ്, ഒരേപോലത്തെ ആണെങ്കിൽ കേട്ടോ. ഇപ്പോൾ ഇവിടെയും പ്ലസ് ആണെങ്കിൽ ഒരേപോലത്തെ ആണെങ്കിൽ, കുറയ്ക്കാനാണെങ്കിൽ കുറയ്ക്കണം, കൂട്ടാനാണെങ്കിൽ കൂട്ടണം. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പേജ് നമ്പർ 17 വരെയുള്ള കണക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു പാർട്ട് കൂടെ ആകുമ്പോൾ ഈ ചാപ്റ്റർ തീരും കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.